Welcome to Flavors of India. ലക്ഷ്മൺ ടെമ്പിളിന്റെ ഔട്ടർ വാളാണ് ഈ കാണുന്നത്. പുറമേയുള്ള ഈ ചിത്രങ്ങളാണ് ഇതെല്ലാം തന്നെ, ഈ സ്കൾപ്ചേഴ്സ് എല്ലാം. ഇത് നോക്കൂ, ഡാൻസിങ് ഗണേശ വിഗ്രഹത്തിന്റെ ഡാൻസ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ്. അതിന് തൊട്ട് താഴെ രണ്ട് ഭാഗത്തായിട്ട് സെലസ്റ്റിയൽ മ്യൂസിഷ്യൻസ് ആണ് ഇരിക്കുന്നത്. ഒരാൾ മൃദംഗം വായിക്കുന്ന മാതിരി ഇങ്ങനെ താളം കൊടുക്കുകയാണ് ഗണപതിക്ക് നൃത്തം ചെയ്യാനായിട്ട്. നല്ല രസമില്ലേ? പിന്നെ ഇവിടെ എല്ലാം കാണുന്നത് ആനകളുടെ ബിംബങ്ങളാണ്. നോക്കൂ, ആന ഈസ് എന്താ പറയുക, സിമ്പിൾ ഓഫ് പവറാണ്. അന്ന് ഇങ്ങനെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും വേറെ വാഹനങ്ങളൊന്നും, അപ്പോൾ ആനയാണ് പ്രധാന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. സോൾജേഴ്സിനെ കൊണ്ടുപോകാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക്. കണ്ടില്ലേ, കൂട്ടത്തിൽ ആൾക്കാരെയും എല്ലാം കാണിച്ചിട്ടുണ്ട്. ആനയുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ രൂപവും ഉണ്ട്. ചുറ്റും ഇവിടെ മുഴുവൻ ആനയാണ് ഈ ഫസ്റ്റ് ലൈൻ. പിന്നെ വെള്ളേക്കും ഓരോരോ ശില്പം. ഈ ലക്ഷ്മൺ ക്ഷേത്രത്തിന്റെ ഔട്ടർ വാളിലാണ് കുറെ എറോട്ടിക് ഇമേജസ് കാണാൻ സാധിക്കുന്നത്. സെക്ഷൽ ഇമേജസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊരു കാമസൂത്ര ടെമ്പിൾ ആണെന്ന് വരെ പറയുന്നത് പല ക്ഷേത്രങ്ങളും. പക്ഷെ കാമസൂത്രയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പൊസിഷൻസ് ഒരുപക്ഷെ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ കാമസൂത്രയിൽ പറയുന്ന ഒരു സൂത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു തിയറിയൊന്നും ഇവിടെ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ, ഇത് സെക്സ് പ്ലഷറിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറേ പൊസിഷനിങ് ആണ് ഇവിടെ കാണുന്നത്. അതായത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഈ ഒരു പോസ്റ്റർ വളരെ ഫേമസ് ആണ്, ഈ ഒരു എറോട്ടിക് പോസ്റ്റർ. ഇതാണ് പല പിക്ചേഴ്സിലും ഈ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങുന്ന പുസ്തകങ്ങളിലാണെങ്കിലും ഖജുറാഹോ ടെമ്പിൾസിനെ കുറിച്ച് പറയുന്ന ഏതൊരു ആർട്ടിക്കിൾ വായിച്ചാലും നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഇതൊരു വൺ ലെഗ് പൊസിഷൻ എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയോ ഒരു പുരുഷൻ, അപ്പുറവും ഇപ്പുറവും വേറൊരു സ്ത്രീയോ ഒരു പുരുഷനുണ്ട്. അപ്പോൾ 4 ആളുകൾ വരുന്ന ഒരു ചിത്രമാണ്. വൺ ലെഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ഓരോ കാലം മാത്രമേ തറയിൽ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ആ നടുക്ക് നിൽക്കുന്ന പൊസിഷനിൽ അതൊരു താന്ത്രിക് പൊസിഷനായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനം ചെയ്യാം. പിന്നെ ഇപ്പുറവും അപ്പുറവും നിൽക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും, അത് വേറൊരു രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ കാണാം. പക്ഷേ ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. അപ്പോൾ ഇതിന് ഹിന്ദിയിൽ പറഞ്ഞ ഏക് പദ ആസൻ എന്നാണ് പറയുന്നത്. അതായത് 1 leg പൊസിഷൻ. അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം മനസ്സിലാവും ആ ചിത്രം എന്താണെന്ന്. നടുക്ക് 2 പേര്, അപ്പുറവും ഇപ്പുറവും ഓരോ ആൾക്കാർ, അവരും ഒരു ആക്ടിൽ വ്യാപൃതരാണ്. ആ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളത് ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം കണ്ടാൽ മതി. ഇതിൽ വേറെ നമ്മൾ കാണുന്നവർക്ക് വേറെ രീതിയിൽ അത് തോന്നേണ്ട കാര്യമില്ല. നമ്മൾ ആ വർഷങ്ങൾക്ക് 1000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുക. ആ കാലത്ത് അന്ന് പോലും രാജാക്കന്മാർ, അപ്പോൾ നമ്മൾക്ക് തോന്നി ഈ ചണ്ഡേല ഡൈനാസ്റ്റിയുടെ രാജാക്കന്മാരുടെ ഒരു അവരെത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു, അല്ലെങ്കിൽ അവരിതിൽ വളരെ അഗ്രഗണ്യരായിരുന്നു എന്നൊക്കെ തോന്നുന്നു ഈ സെക്ഷൽ മാറ്റേഴ്സിലായി. പക്ഷെ അവർ ഭയങ്കര യുദ്ധം ചെയ്ത് നടന്ന ആൾക്കാരാണ്, വാറിയേഴ്സ് ആയിരുന്നു. പിന്നെ തോന്നുന്നു വാറിയേഴ്സ് അവർ യുദ്ധം ചെയ്യുന്ന കാലം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ പൊസിഷൻസ് കണ്ടുപിടിക്കലാണോ എന്ന് തോന്നാം. കാര്യം അത്രയ്ക്ക് വ്യത്യസ്തമായ രീതിയിലാണ്, പല രീതിയിലുള്ള പൊസിഷൻസാണ് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പല രീതിയിൽ സ്കൾപ്ചേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ കാലത്തെ ആർട്ടിഷ്യൻസ് ഈ രീതിയിലൊക്കെ ചെയ്തത് അന്നത്തെ ആൾക്കാരെ ഉത്തേജിപ്പിക്കാനായിരിക്കാം, അന്നത്തെ ആൾക്കാരെ ഇതിലേക്ക് കൂടുതൽ സ്ത്രീകളിലേക്ക് കൊണ്ടെത്തിക്കാനായിരിക്കാം. ആ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത് നമുക്കറിയില്ലല്ലോ, അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള കാര്യം ഒരു ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയിൽ കണ്ടാൽ മാത്രം മതി ഒരു കാര്യം. സെൻസ് ഓഫ് ആ ഒരു ബ്യൂട്ടി നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. അതിൽ വേറൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു മോശമായ രീതിയിൽ നമ്മളിത് കാണണ്ട ഈ ചിത്രങ്ങളൊന്നും. ഇതിനെല്ലാം ഇതെങ്ങനെ ഇത് കുത്തിയെടുത്തു, അല്ലെങ്കിൽ അന്ന് അവരുടെ മനസ്സിലൂടെ എന്ത് ചിത്രങ്ങൾ പോയി, ഇതൊക്കെ അന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു കൾച്ചർ
ഇയേഴ്സ് ബാക്ക്, വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഇത്തരം രീതിയിൽ ടെമ്പിൾ ആർട്ട്, ടെമ്പിൾ ഒരു ക്ഷേത്രമാണിത്, ക്ഷേത്രത്തിന്റെ പുറത്ത് ഇത്തരം ചിത്രങ്ങൾ കാണുന്നു, ഇതൊക്കെ എങ്ങനെയായിരുന്നു, അതൊക്കെ മാത്രം ചിന്തിക്കുക. ആ രീതിയിൽ ഒരു പീസ് ഓഫ് ആർട്ട് എന്ന് മാത്രം ഇതിനെ കാണുക. മറ്റൊരു സെക്ഷൽ ആയിട്ടുള്ള ഇറോട്ടിക് ആക്ടാണ് ഇപ്പുറത്ത് കാണുന്നത്. അതിന്റെ പകുതി ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും 3 ആളുകളെ ആ ചിത്രത്തിൽ കാണാം. അതൊരു ഗർഭിണി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഒരു സെക്ഷൽ ആക്ടാണ് ആ കാണിച്ചിരിക്കുന്നത്. അതിന്റെ എങ്ങനെയെല്ലാം ആ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് അത് കുറച്ച് പകുതിയേ ഉള്ളൂ. അത് ഡിസ്ട്രോയിഡ് ആണ്, കാലെല്ലാം മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇത് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 മാത്രമാണ് ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്നത്, ഏറ്റവും മുകളിൽ കാണുന്നത് മഹാവിഷ്ണുവിന്റെ ഒരു പ്രതിമയാണ്, ഒരു ബിംബം, സ്കൾപ്ചർ. അതിന്റെ തൊട്ടു താഴെ ശിവഭഗവാൻ, ശിവന്റെ കാലിലിങ്ങനെ ഒരു പാമ്പിനാൽ ചുറ്റപ്പെട്ട് കയ്യിലിങ്ങനെ ഇത് വെച്ചിട്ട് കയ്യിലെ ഇത് ശിവഭഗവാൻ. തൊട്ടിപ്പുറത്തൊരു ലേഡിയുടെ ഒരു രൂപം, അത് ആ സ്ത്രീ ഇങ്ങനെ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്സരസിന്റെ ഒരു ബിംബമാണത്, സ്കൾപ്ചർ. പിന്നെ ഇവിടെ സുരസുന്ദരിമാർ, സുരസുന്ദരി എന്ന് പറഞ്ഞാൽ സുര എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്. ഈ ദേവന്മാർ കഴിച്ചുകൊണ്ടിരുന്ന വൈനാണ്. സുരയുമായി നിൽക്കുന്ന ഒരു സുന്ദരിയായ യുവതിക്കാണ് സുരസുന്ദരിമാർ. പിന്നെ അപ്സരസുകൾ, പിന്നെ നായികമാർ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ദൈവങ്ങളുടെ ഈ ബിംബങ്ങൾക്ക് തൊട്ട് താഴെയാണ് വാത്സ്യായനന്റെ കാമസൂത്രയിലെ ഡിഫറെന്റ് പൊസിഷൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ചെറിയ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്, പല പൊസിഷൻസ്. ആ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പല പൊസിഷൻസ്. പിന്നെ ഓറൽ സെക്സിന്റെ കുറെ ചിത്രങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ അത് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്കൾപ്ചർ ചെയ്തിരിക്കുക. മറ്റൊരു ഭാഗത്ത് വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നായികയാണെന്ന് പറയാം, അപ്സരസാണെന്ന് പറയാം, ആരാണെങ്കിലും ഏതാണെങ്കിലും ഒരു മനോഹരിയായ ഒരു സ്ത്രീ, നല്ല ഫിഗറുള്ള ഒരു സ്ത്രീ ഒരു മിററുമായിട്ട് നിന്നിട്ട് അവരുടെ ഒരു കൈ കൊണ്ട് അവരിങ്ങനെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുകയാണ്. അപ്പോൾ ആ കാലത്തും വിവാഹിതർ ഇങ്ങനെ സിന്ദൂരം ചാർത്തുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്കൾപ്ചറാണ്. കണ്ടില്ലേ ഈ കാണുന്നത്. ഇത് വ്യത്യസ്തമായ മറ്റൊരു സ്കൾപ്ചർ. ഇത് പുരുഷൻ ഒരുപാട് പൊക്കമുള്ള ഒരു വലിയ ആളാണ്, കണ്ടില്ലേ, സ്ത്രീക്ക് അത്രയും ഹൈറ്റ് ഇല്ല. അപ്പോൾ അവരൊരു എന്താ പറയുക, ഒരു പൊസിഷനിൽ അവർ നിൽക്കുവാണ്. അതിൽ അയാളുടെ ബോഡി ഒരുപാട് ഇങ്ങനെ വളഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ആ സ്ത്രീയുടെ പൊസിഷനും അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് കാണിക്കുന്ന ഒരു ഇറോട്ടിക് സ്കൾപ്ചറാണ്, ഒരു സെക്ഷൽ പൊസിഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ ഈ സ്ത്രീയുടെ അവസ്ഥ ഇതാണ്. കാര്യം ഇയാൾ ഇത്രയും ടോൾ ആൻഡ് ബിഗ്,
ഷീ ഈസ് എ സ്മോൾ ലേഡി. പിന്നെ അതിനെക്കാട്ടിലും ചെറിയൊരു കുട്ടി സെക്കൻഡ് ടേണിൽ നിൽക്കുകയാണ്, രണ്ടാമത്തെ സ്ത്രീ. അവർക്ക് ഇത്രയും പോലും പൊക്കമില്ല. അപ്പോൾ അവർക്ക് വളരെ ദുഃഖം, അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ്. എൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കുന്നത് പോലെ. കാര്യം അത്രയ്ക്ക് ഹൈറ്റ് ഡിഫറൻസും കാര്യങ്ങളുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഓറൽ സെക്സിന്റെ മറ്റൊരു രൂപമാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യതയായിരുന്നു എന്നാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ, സെക്സിന്റെ കാര്യത്തിലും ഏത് കാര്യത്തിലാണെങ്കിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത് മറ്റൊരു പൊസിഷൻ, സ്ത്രീ കിടക്കുന്നു, പുരുഷൻ ആണ് വേറൊരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പം തിരിച്ചും മറിച്ചുമുള്ള സെക്സ് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്കൾപ്ചറിന്റെ രൂപത്തിൽ. നമുക്കിതെല്ലാം ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിലെ അവരുടെ ജീവിത രീതിയിലേക്കാണ് ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. സാധാരണയായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ സെക്ഷൽ എറോട്ടിക് ഇമേജസ് എല്ലാം തന്നെ സെക്സ് ഫോർ പ്ലഷർ അല്ലാതെ സെക്സ് ഫോർ പ്രൊക്രിയേഷൻ അല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതിനൊരു ചെറിയ മാറ്റമുണ്ട്. ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലൊരു എന്താ പറയുക, ഒരു സൗഹൃദം സ്ഥാപിക്കാനായിട്ടുള്ളൊരു ആരംഭം ആണ് കാണിക്കുന്നത്. അവരിങ്ങനെ തൊട്ട് സംസാരിക്കാൻ നോക്കുന്നു. അടുത്ത സൗഹൃദം ആയിക്കഴിഞ്ഞു. പിന്നെ അടുത്തൊരു സ്റ്റേജ് കാണിക്കുന്നത് ഒരു കുഞ്ഞുമായി ആ സ്ത്രീ നടക്കുന്നു. അപ്പോൾ ഇതൊരു പ്രൊക്രിയേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇമേജ് വരുന്നത്. ബാക്കി ഇമേജസ് എല്ലാം തന്നെ എല്ലാ സ്കൾപ്ചേഴ്സും ഒരു പ്ലഷറിന് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷൽ പൊസിഷൻസ് ആണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. ഒരു താന്ത്രിക് സ്റ്റൈലാണ്.